നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റൊമാൻസ് ജോണറിലുള്ള 3 ബുക്സ് ആയിട്ടാണ്. 3 അടിപൊളി ബുക്സ് ആണ്. അപ്പൊ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിൽ റൊമാൻസിലെ കുറച്ച് നല്ല ബുക്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കിന്ന് ആ 3 ബുക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണിത്. എനിക്ക് വായിച്ചിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ വേറൊന്നുമല്ല, എലി ഹേസൽവുഡിന്റെ ലവ് തിയററ്റിക്കലി ആണ്. എലി ഹേസൽവുഡ് എന്ന് പറഞ്ഞ റൊമാൻസിന്റെ ആശാത്തിയാണ്. പുള്ളിക്കാരിയുടെ എല്ലാ ബുക്കും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ വായിച്ചു തീർത്തിട്ടില്ല. 3-4 ബുക്സേ ഞാൻ വായിച്ചിട്ടുള്ളൂ. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. കഥയെ കുറിച്ച് ഞാൻ കൂടുതൽ പോകുന്നില്ല, കാരണം എനിക്ക് തോന്നിയിട്ടുള്ള എലി ഹേസൽവുഡിന്റെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത് ഒരേ പാറ്റേൺ ഉണ്ട്. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. പക്ഷെ എന്നാലും നല്ല രീതിയിലുള്ള എഴുത്താണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഇതിന്റെ റൈറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്റെ ഫസ്റ്റ് എലി ഹേസൽവുഡിന്റെ ലവ് തിയററ്റിക്കലി. എന്റെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിവൈൻ റൈവൽസ് ആണ്. റെബേക്ക റോസ് ആണ് എഴുതിയിരിക്കുന്നത്. സൂപ്പർ ബുക്കാണ്. ഇത് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് സെൻസേഷൻസിലൊക്കെ വന്നിട്ടുള്ള ബുക്കാണിതെന്ന് തോന്നുന്നു. ഒരുപാട് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും വായിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. വേറൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതി ഒന്നുമല്ല. തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തിലോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഒരുപാട് ഇഷ്ടവും എന്താ പറയാ, നമ്മൾക്ക് റൊമാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സ് വല്ലാതെ അങ്ങ് കൊണ്ടുവരുന്ന ഒരു ബുക്കാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിത് വായിച്ചു നോക്കണം. അപ്പൊ ഡിവൈൻ റൈവൽസ് ബൈ റെബേക്ക റോസ്, ഇതാണ് എന്റെ സെക്കൻഡ് സജഷൻ. തേർഡ് വൺ എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് സെൻസേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകളും കണ്ടിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ബെറ്റർ ദാൻ ദ മൂവീസ്. പേര് പോലെ തന്നെയാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. കുറച്ച് ക്ലീശേ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് തുടക്കത്തിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും എൻ്റെ ചെയ്യുന്ന ഭാഗം വരെ നമ്മൾ ഇരുന്ന് പോകും. റൊമാൻസ് ആണ് ജോണർ. അപ്പൊ ആ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോവുക, ഈ പുസ്തകങ്ങൾ വായിക്കാം. കാരണം അധികം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോണറാണിത്. എന്നിട്ട് പോലും ഞാൻ ഈ 3 ബുക്സും അടിപൊളിയായിട്ടാണ് ഇരുന്ന് വായിച്ചത്. സോ എനിക്കിത് പറയാൻ പറ്റും. അപ്പം ബെറ്റർ ദാൻ ദ മൂവീസ് ബൈ ലിൻ പെയിന്റർ, ഇതാണ് എൻ്റെ 3ാമത്തെ സജഷൻ. അപ്പൊ ഈ 3 ബുക്സും അടിപൊളി ബുക്സ് ആണ്. അപ്പൊ വായിക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കണമെന്ന് വിചാരിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കുക. ഓക്കെ.